നമസ്കാരം, ഞാൻ ഡോക്ടർ AR സ്മിത് കുമാർ, കൊട്ടാരക്കര നെല്ലിക്കുന്നം അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ചെറുപയറിൻ്റെ ഗുണങ്ങളാണ്. ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാന്യമായിട്ട് പറയുന്നതാണ് ചെറുപയർ. നമ്മളൊക്കെ ആണെങ്കിൽ പലപ്പോഴും സ്കൂളുകളിൽ കഞ്ഞിയും അതിനൊപ്പമാണെങ്കിൽ ചെറുപയറിൻ്റെയും ഒരു ഓർമ്മ എല്ലായ്പ്പോഴും നമ്മുടെ നാക്കിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ പോലും ചെറുപയറാണെങ്കിൽ നമ്മളൊരു പ്രധാന ധാന്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? വളരെയധികം ഗുണങ്ങളുള്ളതാണ് ചെറുപയർ. ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച ഒരു ധാന്യമായിട്ട് പറയുന്നതാണ് ചെറുപയർ. ചെറുപയർ ഏറ്റവും ഉത്തമം മാത്രമല്ല, നിത്യവും കഴിക്കാൻ പറയുന്ന ധാന്യങ്ങളിലൊന്നാണ് ചെറുപയർ. ഈ ചെറുപയറിൻ്റെ അകത്താണെങ്കിൽ ധാരാളം കുറഞ്ഞ കൊഴുപ്പ്, ഉയർന്ന പ്രോട്ടീന്, ധാരാളം നാരുകളെ, അതേപോലെ ഈസി അബ്സോർഷനെ, ഇതൊക്കെയാണ് ഈ ചെറുപയറിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. വളരെ വേഗത്തിൽ തന്നെ അബ്സോർവ് ചെയ്യുന്നതാണ്, ദഹിക്കാൻ എളുപ്പമുള്ളതാണ്. ഇതുകൂടാതെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചെറുപയറിൻ്റെ അകത്തുണ്ട്. അതേപോലെ സിങ്ക് ത്വക്കിൻ്റെയും നേത്രത്തിനെയൊക്കെ ആണെങ്കിൽ സഹായിക്കുന്നതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്നതാണ്. ഫോസ്ഫറസ് എല്ലിൻ്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്നതാണ്. ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള പല ദ്രവ്യങ്ങളും പല ഔഷധങ്ങളും പല ആഹാരങ്ങളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. മുക്തയൂഷം ആയുർവേദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറുപയറാദി കഷായം കേരളീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കഷായമാണ്. അതേപോലെ രോഗപ്രതിരോധത്തിന് ചെറുപയർ വളരെ നല്ലതാണ്. സദ്യ തുടങ്ങുന്നത് തന്നെ പലപ്പോഴും ചെറുപയർ പരിപ്പും അതേപോലെ തന്നെയാണെങ്കിൽ നെയ്യും കൂടെ ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മുടെ സ്റ്റൊമക്കിന് ഒരു കോട്ടിങ് കൊടുക്കുകയും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ചെറുപയറാണെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ കുളിക്കാൻ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ചികിത്സകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ചെറുപയറിൻ്റെ പൊടി വെച്ചിട്ടാണ് നമ്മളാണെങ്കിൽ കുളിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ ത്വക്കിൻ്റെ ആരോഗ്യത്തിനും അത് ചെറുപയർ വളരെ നല്ലതാണ്. ഇപ്പോഴാണെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലുള്ള ചെറുപയറിൻ്റെ കൃഷി ഇപ്പോൾ വളരെ വ്യാപകമായിട്ടുണ്ട്. അതൊക്കെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ചെറുപയർ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. രോഗി ആകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ആയുർവേദം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിത്യവും ഹിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, മാത്ര അനുസരിച്ചുള്ള ആഹാരങ്ങൾ കഴിക്കുക, ആരോഗ്യത്തിൻ്റെ ആവശ്യമായുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും പ്രവർത്തിക്കുക, ആസക്തി ഒഴിവാക്കുക. ശിംഭിധാന്യത്തിൽപ്പെടുന്ന ചെറുപയർ അതുകൊണ്ട് തന്നെയാണെങ്കിൽ മേധസ്സുള്ളവർക്കും, അതായത് അമിത വണ്ണമുള്ളവർക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് ചെറുപയർ. ഈ ചെറുപയർ പല ചികിത്സയ്ക്ക് ശേഷമാണെങ്കിൽ, അതായത് പല നമുക്കാണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ടാണെങ്കിൽ സ്കിൻ ഡിസീസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ സോപ്പ് പലപ്പോഴും നമുക്ക് കെമിക്കലാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത്തരം കെമിക്കലുകളൊക്കെ ഒഴിവാക്കിയിട്ടാണെങ്കിൽ ചെറുപയർ പൊടിച്ചിട്ടാണെങ്കിൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ത്വക്ക് രോഗമുള്ളവർക്ക്, അതേപോലെ ത്വക്ക് രോഗം ഇല്ലാത്തവർക്കും ശരീരകാന്തി നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെറുപയറിൻ്റെ പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതേപോലെ ചെറുപയർ ദിവസമാണെങ്കിൽ നിങ്ങളാണെങ്കിൽ കുളിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് കൂടെ തന്നെയാണുള്ള ആയുർവേദത്തിലാണെങ്കിൽ കടിവസ്തി പോലുള്ള വസ്തികൾക്ക്, അതേപോലെ തന്നെയാണെങ്കിൽ തർപ്പണം പോലുള്ള ചികിത്സകൾക്ക് ഒക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ചെറുപയർ ഉപയോഗിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കുന്നത്, ചെറുപയർ മുളപ്പിച്ചിട്ട് അതിൻ്റെ ഇലകൾ ആണെങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മുളപ്പിച്ചിട്ട് അതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കറികളായിട്ട് ഉപയോഗിക്കുന്നത് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കാലത്തെ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ആണെങ്കിൽ ചെറുപയർ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ചെറുപയർ ഉപയോഗിച്ചുള്ള പലഹാരങ്ങൾ, ചെറുപയറും ശർക്കരയും ഉപയോഗിച്ചുള്ള പലഹാരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്ന മോദകം, ഇതൊക്കെയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചെറുപയർ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ നമുക്കാണെങ്കിൽ ഈ പറയുന്ന ബേക്കറി സാധനങ്ങൾക്കൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ശക്തിയും അതേപോലെ രോഗപ്രതിരോധ ശക്തിയും ഒക്കെ ഉണ്ടാക്കാനും, അതേപോലെ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യത്തിന്, അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. പ്രോട്ടീൻ കുറവുള്ളവർക്ക്, ബലം കുറവുള്ളവർക്ക്, ആരോഗ്യം കുറവുള്ളവർക്ക്, മസിൽ വേസ്റ്റിംഗ് ഉള്ളവർക്ക്, ഇവർക്കൊക്കെ തന്നെയാണെങ്കിൽ ചെറുപയർ വളരെ നല്ലതാണ്. അതുകൊണ്ട് ദിവസവും ചെറുപയർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.